ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ മുളകിട്ട് ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഒരു പാനിൽ നമുക്ക് കുരുമുളക് ഒരു 3 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 കിലോ മീനിനുള്ള ഒരു അളവിലാണ് ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് എടുത്തത്. അപ്പോൾ അധികം എരിവ് വേണ്ടെങ്കിൽ അത് എരിവ് നോക്കിയിട്ട് ഇപ്പോൾ കുരുമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല എരിവുള്ള കുരുമുളകാണെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി. അപ്പോൾ 4-5 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി കറി വെക്കാനുള്ള ഒരു ചട്ടിയിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ വേണം കേട്ടോ ഈ ഒരു കറിയിലേക്ക്. അപ്പോൾ ഇനി ഒരു 1/4 ടീസ്പൂണ് ഉലുവ ചേർക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ് സവാള കൂടി ചേർക്കാം. അപ്പോൾ വലിയ സവാള എടുക്കുന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അത്യാവശ്യം ഒന്ന് വഴന്ന് വരണം കേട്ടോ. നമ്മളെ സവാളയെല്ലാം നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സവാള നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ, അപ്പോഴേ ഈ കറി ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. അപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചതച്ചത് ചേർത്ത് കൊടുത്താൽ കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പേസ്റ്റ് ആക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് പച്ചമുളകും കുരുമുളകും മാത്രമാണ്. അപ്പം ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം എരിവുള്ള മുളകായതുകൊണ്ട് ഞാനിപ്പോൾ 3 എണ്ണ ചേർത്തിട്ടുള്ളൂ. അത്യാവശ്യം ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറണം. അപ്പം നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം കേട്ടോ ഈ പച്ചമുളകിൻ്റെ എല്ലാം അളവ്. അപ്പോൾ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പച്ചമണം മാറുന്ന വരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു പൊടികളുടെ പച്ചമണം മാറുക വേണം. അപ്പോൾ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച കുരുമുളക് ചേർക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പം ഒന്ന് അരച്ചെടുത്തത്. അപ്പോൾ കുരുമുളക് പേസ്റ്റ് ഇതിൻ്റെ നമ്മൾ അരച്ചത് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു മീഡിയം തക്കാളി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം പുളിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടയണം. അപ്പോൾ അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് ഏകദേശം കിട്ടിയിട്ടുണ്ട് ആ ഒരു പുളി പിഴിഞ്ഞ സമയത്ത്. അപ്പോൾ അതുകൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറും മണവും വരുന്നവരെ തന്നെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണയിൽ ഈ ഒരു കറി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ചെറിയ മത്തിയും ഇതുപോലെ തന്നെ വെക്കാം കേട്ടോ. ചെറിയ മത്തി കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഈ രീതിയിൽ തന്നെ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് ഉപ്പാണ്. അപ്പം ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ആവശ്യത്തിന് വേണമായിരുന്നു. അപ്പം കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2-3 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് തിളപ്പിക്കാൻ. അപ്പോഴാണ് പുളിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ട് ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കിലോ ചെറിയ അയില കഴുകി വൃത്തിയാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറി ഇത്തിരി ഒന്ന് കുറുകി ഇരുന്നോട്ടെ. അപ്പം ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അത്യാവശ്യം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം അടച്ചു വെച്ച് വേവിക്കണം എന്നില്ല, തുറന്നിട്ട് വേവിച്ചാലും മതി. അപ്പം ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം അത്യാവശ്യം ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റും മണവും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ മീൻകറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല കോമ്പിനേഷനാണ് ഇത് ചപ്പാത്തിൻ്റെയും പൊറോട്ടേൻ്റെയും കൂടിയെല്ലാം. അപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.